കറിക്കുള്ള വേപ്പില പൊട്ടിക്കാൻ ഇറങ്ങിയതായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ കയ്യിൽ കിട്ടിയത് കുറച്ച് വലിയ തണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു, ഒരു കണ്ടെയ്നറിലാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പറമ്പിൽ കുറച്ച് കൂവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടി എനിക്കറിയില്ല, എല്ലാം അമ്മയാണ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ പൂരൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് പറിച്ചു, മിക്സിയിലിട്ട് അരച്ചു, അതിൻ്റെ ഒരു വെള്ള തുണിയിലിട്ടിട്ട് അത് പിഴിഞ്ഞെടുക്കാണ്ടാണ് ചെയ്യണത്. അതിൻ്റെ വേസ്റ്റ് മാറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് വരുന്ന സ്റ്റാർച്ച് ആണ് കേട്ടോ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയിട്ട് കൂവപ്പൊടിയായിട്ട് യൂസ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഉച്ചരിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവാണ്. കണ്ണൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. കേച്ചേരി നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് അമ്പലത്തിൽ കണ്ണൻ്റെ പേരിൽ ചുറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഋതുവിനെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഷാരൂൻ്റെ ഒരു പാപ്പൻ്റെ മോളാണ് കേട്ടോ. അതായത് ഷാരൂന് അനിയത്തിയായിട്ട് വരും. അപ്പോൾ ഋതുവിനെ കണ്ടാൽ എപ്പോഴും എടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി സദ്യയൊക്കെ കഴിച്ചു. പാലട പായസം ഉണ്ടായിരുന്നു. വീഡിയോസൊക്കെ മിസ്സായിട്ടോ, അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മറന്നതാണോ എന്നൊരു ഡൗട്ട്, അതോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ തിരക്കിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വിളക്ക് വയ്ക്കുന്നതിന് മുന്നേ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്പലത്തിലെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു. നേരെ വീട്ടിൽ പോയി കേക്ക് കട്ട് ചെയ്തു. കണ്ണ വന്നിട്ടുണ്ടായിരുന്നില്ല, ലേറ്റായിട്ടാണ് വന്നേ. കേക്കൊക്കെ കട്ട് ചെയ്തു, കഴിച്ചു, സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ കൂടെ നിന്ന് ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ആരാന്നറിയോ? നമ്മുടെ ഷാരു ആണ് കേട്ടോ. ഷാരുവിനെ ഞാൻ പിടിച്ച് വലിച്ച് നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് മരുന്ന് മന്ത്രമുണ്ട്, അതൊക്കെ അങ്ങോട്ട് എടുക്കണ്ടേ, അതൊക്കെ ഒന്നും വയ്യ എനിക്ക് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എടുത്ത് വന്നോളാൻ പറഞ്ഞു. പിന്നെ ഈ ഷാരുവിൻ്റെ സ്പെഷ്യൽ ചേമ്പുപ്പേരി, കൂവ പൊഴിഞ്ഞതൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞുടി ഇത്രയുള്ളൂ. ടാറ്റാ.